Good morning, students. So today we are going to discuss about the second special case. Yesterday we studied about the first special case. What was it? It is an unbalanced situation. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് ടൈപ്പ് നമ്മൾ ഓൾവേസ് വെൻ അവർ ഡു എ പ്രോബ്ലം ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് വി ആർ ഗോയിങ് ഓൺ ടു ദ മെത്തേഡ് ടൈപ്പ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരുന്നു? ചെക്കിംഗ് വെദർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഓർ നോട്ട്. അതാണ് നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ കേസ്, ബാലൻസ്ഡ് അല്ലാത്ത കേസ് പഠിച്ചു. ഇനി രണ്ടാമത് നമ്മൾ എപ്പോഴും പറയും ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് അത് എപ്പോഴും കോസ്റ്റ് പ്രോബ്ലം ആണെന്ന് പറയും, പ്രോഫിറ്റ് അല്ല എന്ന് പറയും. പക്ഷേ പ്രോഫിറ്റിൻ്റെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് എ കോസ്റ്റ് പ്രോബ്ലം. പക്ഷേ ക്വസ്റ്റ്യൻ എന്തെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമൈസ് കോസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ സംടൈംസ് മാക്സിമം എന്നുള്ളൊരു വാക്ക് കാണുകയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ളൊരു വാക്ക് ഏത് വന്നാലും കുഴപ്പമില്ല കേട്ടോ. മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാലോ പ്രോഫിറ്റ് എന്നുള്ളത് ഈ രണ്ട് വാക്കിനാണ് ഇമ്പോർട്ടൻസ്. ഈ രണ്ട് വാക്ക് വന്നാലും മിനിമൈസ് കോസ്റ്റും പ്രശ്നമില്ല, ചിലവ് കുറയ്ക്കുക. മിനിമൈസ് കോസ്റ്റ് ചെയ്യാനേ നമുക്ക് അറിയുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു കൺവേർട്ട് ദ ഗിവൺ പ്രോബ്ലം ടു എ കോസ്റ്റ് പ്രോബ്ലം. പ്രോഫിറ്റിനെ ഒരു കോസ്റ്റ് പ്രോബ്ലം ആക്കി മാറ്റിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇതിൽ ഫോളോ ചെയ്യണം. ടോട്ടൽ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഡി ആണോ എന്ന് ആദ്യമേ നോക്കുക. ആണോ നോക്കാം. 23 + 44 + 33 എത്രയാണ് വരിക? 4 3 7 10 1 7 8 100. ഡിമാൻഡ് നോക്കാം. ഡിമാൻഡ് ഇസ് 23 + 31 + 16 + 30. ദാറ്റ് ഈസ് 6 + 1 7 7 + 3 10 1 4 5 8 10 100 ആണ്. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഇനി ഒന്നും പേടിക്കേണ്ട, അത് ഓക്കെയാണ്. അപ്പോൾ അത് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മളെപ്പോഴും നോക്കണം എന്താ, കോസ്റ്റ് ആണോ എന്നാണ്. ഇതിപ്പോൾ കോസ്റ്റ് അല്ല അല്ലേ, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്താലേ നമ്മൾ മെത്തേഡിലോട്ട് കടക്കാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് പ്രോബ്ലത്തിനെ കോസ്റ്റ് ആക്കി മാറ്റാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ കൂട്ടത്തിലെ മാക്സിമം കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സെല്ലിൽ, അതായത് പുറത്തുള്ളതൊന്നുമല്ല, സപ്ലൈയും ഡിമാൻഡും അല്ല, ഈ ബോക്സ് ഉണ്ടോ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഏറ്റവും മാക്സിമം ഏതാന്ന് നോക്കുക. അപ്പം മാക്സിമൈസ് ചെയ്യാൻ മാക്സിമത്തിനെ കണ്ടുപിടിക്കുക. ഏതാ മാക്സിമം നോക്കിക്കുക. ഈ കൂട്ടത്തിൽ ഏതാ മാക്സിമം? 90. ആ 90 കൊണ്ട് സകലരെയും സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ഏതാന്ന് നോക്കുക, ദാറ്റ് ഇസ് 90. കൂട്ടത്തിൽ വലുത് ഏതാന്ന് നോക്കുക, വലുത് കൊണ്ട് സകലരെയും സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരാ നോക്കിക്കേ. 90 - 15 എത്രയാണ് വരിക? ഇറ്റ് ഇസ് 75. 90 - 51 എത്ര വരും? 39. ചെയ്ത് നോക്കിക്കോളണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം നമുക്ക് കിട്ടി. 48 57 10 90 - 80 10 അല്ലേ. 90 - 42 ഇറ്റ് ഇസ് 48 64 81 9 90 - 90 ഇറ്റ് ഇസ് 0 കേട്ടോ. 90 - 40 50 24 ആൻഡ് 30. മനസ്സിലായോ പിള്ളേരെ? എങ്ങനെയാണ് ചെയ്തതെന്ന കൂട്ടത്തിൽ നിന്ന് ഇതെല്ലാം മാറ്റി. ഇപ്പം ഇത് ആരായി മാറിയെന്നറിയോ? ഒരു സാധാ കോസ്റ്റ് പ്രോബ്ലം ആക്കി മാറി. അത്രേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂട്ടത്തിൽ ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടി നമുക്ക് കയറുകയാണ്. കൂട്ടത്തിൽ നിന്ന് മാക്സിമം എടുക്കുക. എല്ലാത്തിനെയും കൂടെ കുറച്ച് കഴിയുമ്പോൾ അത് ആരായി മാറും? കോസ്റ്റായി മാറും. ഇനി എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യുക. പക്ഷെ ഞാൻ പറയുന്നത് ഏതാ? വാമിനെ പറയുള്ളൂ. വാം തന്നെ ചെയ്യാൻ പറയാം. നമ്മൾ ഡിമാൻഡ് സപ്ലൈ ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ അതൊക്കെ മറക്കരുത് കേട്ടോ. കണ്ണ് മിഴിച്ച് വേണം ചെയ്യാൻ. 23 34 33. ഇനി നമുക്ക് വാം ചെയ്യാം. വാം ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഒന്നുകൂടി കോപ്പി ചെയ്യാണ്. 75 39 10 48 0 50 48 64 24 57 9 30 23 31 16 30 23 44 and 33. ഇനി കാൽക്കുലേറ്റിംഗ് ദ ന്യൂ പെനാൽറ്റീസ് പറയാം. ഫസ്റ്റ് റോയിലെ പെനാൽറ്റി ഏതൊക്കെയാണ്? ഏറ്റവും സ്മോളസ്റ്റ് 39 and 48 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? ഇറ്റ് ഇസ് 9. സെക്കൻഡ് കോളത്തിൽ 10 and 9, സോറി റോയിൽ 10 and 9 1 0 and 24 it is 24. അടുത്തത് കോളം വൈസ് 10 and 0 it is 10. Second 39 and 48 again 9. 24 and 48 it is 24. And 30 - 9 it is 21.
So among the 7 penalties, the highest is 24, but it's coming under 2 places, one in row and the other one is in column. അല്ലേ, തേർഡ് റോയിലും തേർഡ് കോളത്തിലും വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, റോ തന്നെ എടുക്കാം അല്ലേ. റോയും കോളം വന്നാൽ റോയെ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ പിന്നീട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് റോ എടുത്തത് നമ്മൾ ശരിയാണോ എന്ന് പോലും നമുക്കറിയില്ല. മേ ബി തെറ്റും. അത് തെറ്റുമോ എന്നുള്ളത് അടുത്ത മെത്തേഡിലൂടെ അറിയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പൊക്കോ. അപ്പോൾ 24 എടുത്തു. 24ൻ്റെ സ്മോളസ്റ്റ് ഏതാ? 0. 0ൻ്റെ നേരെ 23, 33ൻ്റെ 23 കൊടുത്തു. 23 കളഞ്ഞു. ബാക്കി ഇവിടെ 10. ബാക്കി എഴുതാം. 39, 48, 57. ഇപ്പം നിങ്ങളിതിന് എക്സ്പേർട്ട് ആയി എന്നുള്ളതിൻ്റെ ആണ് കേട്ടോ ഞാൻ ഈ പോകുന്നത്. ചെറ്റ് പോണ പോലെ പോവുകയാണ്. 64, 9, 24, 30, 31, 16, 30. എൻ്റെ ഒപ്പം ചെയ്തോ, ഇനിയിപ്പോൾ എക്സ്പേർട്ട് ആയല്ലോ. 23, 44, 10. ന്യൂ പെനാൽറ്റീസ് ആർ ടു ബി കാൽക്കുലേറ്റഡ്. 39 minus 48, 9. 48 minus 9, എത്ര വരാ? 39. Smallest 24 and 30 to 6. ഇവിടെ smallest is 39 and 48, 9, 24 and 21. അപ്പോൾ highest penalty coming here 39. 9 is the smallest. 30 കൊടുത്തു. 30 കളഞ്ഞു. ബാക്കി 14. ഇനി അടുത്തത് 39, 48, 48, 50, 64, 24. 31, 16 with 23, 14, 10. ഇടക്കൊന്ന് നോക്കണേ. 7, 47. 7, 47. കറക്റ്റ്. പെനാൽറ്റീസ് 9, 48, 58. എത്ര വരാ? 16. ശരിയാണോ? ശരിയായിരിക്കും അല്ലേ? ശരിയാന്ന് തോന്നണം. അടുത്തത് 26. അതായി. ഇനി ഇവിടെ 9, ഇവിടെ 24. അപ്പോൾ ഏതാണ്? 26 അല്ലേ. ഇവിടെ 24ൻ്റെ ഇവിടെ 16ഉം 10ഉം ഉണ്ട്. 10 കൊടുത്തു. 10 കളഞ്ഞു. ബാക്കി ഇവിടെ 6. ഞാൻ എന്താ ഈ സ്ഥലത്തൊക്കെ ഇടുന്ന അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുവാണേ. 39, 48, 48, 64 with 31 and 6 here. ഇവിടെ 23 and 14. ശരിയാണോ? 37. ഇവിടെ 37. പെനാൽറ്റി 9. ഇത് എത്രയാണ് വന്നത്? 48, 24 എത്രയായിരുന്നു? 14, 9. ഇവിടെ 14 അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെയും 14 രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ഞാൻ എന്താ ഇതിനെടുത്തു. ഇതിൽ സ്മോളസ്റ്റ് 48, 14, 31 ഉണ്ട്. 14 കൊടുത്തു. 14നെ കളഞ്ഞു. അപ്പോൾ 10, 21, 21, 17 വന്നു. നോക്കിയേ 39ഉം 48ഉം 17ഉം 6ഉം 23. ഇവിടെ 23. പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എത്ര വന്നത്? 9. ഇവിടെ 39. സബ്ട്രാക്ട് ചെയ്യാൻ രണ്ടെണ്ണം ഇല്ല കണ്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ കോപ്പി ചെയ്തു. 39, 48. സോ among the 3 penalties this 48 is the highest. അവിടെ 48 ആണ്. 6 കൊടുത്തു. 6 കളഞ്ഞു. ബാക്കി 23 പോയി കഴിഞ്ഞാൽ 17. ഒന്നും നോക്കണ്ട. 39 ഒറ്റക്ക് വന്നു. അവിടെ രണ്ടിടത്തും 17 ആണ്. ആ 17 കൊടുത്ത് പെനാൽറ്റി ഒന്നും കാണാതെ ക്ലോസ് ചെയ്തു. ഓക്കെ. സോ വി കംപ്ലീറ്റഡ് ദ അലോക്കേഷൻ സോ ഫാർ. ഇനി യു ഹാവ് ടു ഫൈൻഡ് ദ ഫൈനൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ അലോക്കേഷൻ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സപ്പോസ് 0ക്ക് 23, ആ 0 ഈ ക്വസ്റ്റ്യനിൽ പോയാൽ നമുക്ക് താളെ കിട്ടുമോ? ഇല്ല അല്ലേ. 0, 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകുന്നത്? ഇവിടെയുള്ളൂ 0. അപ്പോൾ അവിടെ തന്നെ നമ്മൾ 23 കൊടുത്തു. പിന്നെ ഇവിടെ എത്രയായിരുന്നു? 39 30 കൊടുത്തു. പിന്നെ 24ന് 10 കൊടുത്തു. പിന്നെ എവിടെയാ 48, 39ൻ്റെ താഴെയുള്ള 48ന് 14 കൊടുത്തു. പിന്നെ 39ൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള 48ന് 6 കൊടുത്തു. പിന്നെ 39ന് 17. ഓക്കെ. ശരിയാണോ നോക്കാം. 17 + 6 23, 14 + 30 44, 23 + 10 33, 23, 17 + 14 31, 16 30. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകണം. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇത് ആക്ച്വലി ഇത് കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതല്ല വേണ്ടത്, പ്രോഫിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് അത് കാണരുത്. ഇതാത് സ്ഥാനത്ത് ഇപ്പോൾ 39ൻ്റെ പ്ലേസിൽ വരുന്ന ആളാരാ? 51. അവിടെ കൊണ്ടുപോയിട്ട് ആ 17 ഒന്നും കൂടി എഴുതുക. കണ്ടോ നിങ്ങൾ? അതാത് പൊസിഷൻ നോക്കാം. 39. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന് നിങ്ങൾ മാക്സിമൈസ് ചെയ്തു, അവസാനം കൊണ്ട് എഴുതുന്നതിലും കൂടി ഒരു കാര്യമുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ 48ൻ്റെ പ്ലേസിൽ ഏതാ? 6. അതും കൂടി നോക്കാം. അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ആൻസർ വരും കേട്ടോ. 48 എന്ന് പറയുന്നത് ഇവിടെ 14,
9 എന്ന് പറഞ്ഞാൽ ഇവിടെ 30, പിന്നെ 23 ഇവിടെയാണ്, 24ൻ്റെ അവിടെ 66ൻ്റെ അവിടെ 10 കേട്ടോ. ഇവിടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായിട്ട് എഴുതേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ആക്ഷൻ എത്രയാണ് പ്രോഫിറ്റ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണേ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലാഭം, ട്രാൻസ്പോർട്ടേഷൻ പ്രോഫിറ്റ്. ഇത് പാടുപെടുമല്ല. ഞാൻ 17 × 51 പ്ലസ് 6 × 42 പ്ലസ് 14 × 42 പ്ലസ് 30 × 81 പ്ലസ് 23 × 90 പ്ലസ് 10 × 66. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. 1 2 3 4 5 6. അപ്പോൾ 17 51 എത്ര വന്നു? 867 പ്ലസ് 42 × 6 എത്രയാണ് വരിക? 42 × 6 എന്ന് പറയുന്നത് 12 252 പ്ലസ് 14 × 42 it is 588 plus 30 × 81 it is 2430 plus 23 × 9 2070 plus 660. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഒന്നുകൂടി നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണേ. 867 252 588 2430 2070 660. 7 8 2 10 17 1 7 5 12 20 23 30 36 3 9 13 18 28 2 6867 ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ നോക്ക് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് നോക്ക് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.